രാജ്യം 25ാം കാർഗിൽ വിജയ ദിവസം ആഘോഷിക്കുമ്പോൾ സ്മരിക്കപ്പെടേണ്ട ഒരു പേരുണ്ട് ആലപ്പുഴയിൽ. ചേപ്പാട് സ്വദേശി ധീരജവാൻ VN രാധാകുമാർ. ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറിയ പാകിസ്ഥാൻ സൈനികരോടും തീവ്രവാദികളോടും ഏറ്റുമുട്ടി വീരചരമം പ്രാപിക്കുകയായിരുന്നു രാധാകുമാർ. വളരെ ചെറുപ്പത്തിൽ തന്നെ രാജ്യസേവനമാണ് തൻ്റെ ജീവിത ലക്ഷ്യം എന്ന് തിരിച്ചറിഞ്ഞ് ഇന്ത്യൻ ആർമിയിൽ ചേരുകയായിരുന്നു രാധാകുമാർ. അവിടെ നിന്നും സ്പെഷ്യൽ കമാൻഡോ ഫോഴ്സിന്റെ പരിശീലനം പൂർത്തിയാക്കി. തുടർന്ന് 9 പാര സ്പെഷ്യൽ ഫോഴ്സിൽ അംഗമായി ചേർന്നു. ഇവിടെ സേവനമനുഷ്ഠിക്കുമ്പോഴാണ് 1999 മെയ് മാസം കാശ്മീരിൽ പാക് തീവ്രവാദികളും പട്ടാളവും ഇന്ത്യൻ അതിർത്തി കടന്നെത്തി ആക്രമണം നടത്തുന്ന വിവരമറിഞ്ഞത്. അവർ ഏകദേശം ഒരു 50 ജവാന്മാരുണ്ടായിരുന്നു. അവർ മുന്നേറുകയും പാകിസ്ഥാൻ പട്ടാളത്തെയും തീവ്രവാദികളെയും തുരത്തി ഓടിക്കുകയും ചെയ്തു. പക്ഷേ കുറേ സമയം കഴിഞ്ഞപ്പോൾ അവർക്ക് പുറകിലുണ്ടായിരുന്ന എല്ലാ വാർത്താവിനിമയ ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെടുകയാണ് ഉണ്ടായത്. അവർ ഏകദേശം ഒരു 4 കിലോമീറ്ററോളം പാകിസ്ഥാൻ്റെ ഉള്ളിലേക്ക് കടന്നു പോയിരുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഞങ്ങൾ ഒറ്റപ്പെട്ടെന്ന്. എന്നിട്ടും പുറകോട്ടൊരു ചുവട് വയ്ക്കാതെ, സ്വന്തം ജീവനെ വില കൊടുക്കാതെ അവർ മുന്നേറുകയും അവർ അവിടെ ഉണ്ടായിരുന്ന പാകിസ്ഥാൻ പട്ടാളക്കാരെയും നുഴഞ്ഞുകയറ്റക്കാരായ തീവ്രവാദികളെയും തുരത്തുകയും ചെയ്തു. പക്ഷേ അതിന് അദ്ദേഹം നൽകേണ്ടി വന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവനായിരുന്നു. അക്രമികളെ തുരത്താനുള്ള ദൗത്യം സ്പെഷ്യൽ ഫോഴ്സ് ഏറ്റെടുത്തു. 50ഓളം സ്പെഷ്യൽ കമാൻഡോസിന്റെ നേതൃത്വത്തിൽ തീവ്രവാദികളെയും പാക് പട്ടാളക്കാരെയും തുരത്തി ഓടിച്ചു. ഇങ്ങനെ മുന്നേറുന്നതിനിടയിലാണ് ഇവരുടെ വാർത്താവിനിമയ സൗകര്യങ്ങൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടത്. അപ്പോഴേക്കും ഈ സംഘം 4 കിലോമീറ്ററോളം പാകിസ്ഥാനുള്ളിലേക്ക് കടന്നിരുന്നു. മുന്നിൽ സൈന്യത്തെയും തീവ്രവാദികളെയും കണ്ടെങ്കിലും ഒരടി പോലും പിന്നോട്ട് വയ്ക്കാതെ ഈ സംഘം മുന്നോട്ട് കുതിച്ചു. മുഴുവൻ തീവ്രവാദി സംഘങ്ങളെയും അങ്ങനെ തുരത്തുകയും ചെയ്തു. എങ്കിലും ഈ ആക്രമണത്തിൽ 13 ജീവനുകളാണ് ഇന്ത്യക്ക് നഷ്ടമായത്. ആക്രമണത്തിൽ പങ്കെടുത്ത് വീരചരമം പ്രാപിച്ച ഏക മലയാളി കൂടിയായിരുന്നു VN രാധാകുമാർ. അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്ന് സ്മൃതി മണ്ഡപം തയ്യാറാക്കിയിട്ടുണ്ട്. വിവിധ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ അനുസ്മരണ ചടങ്ങുകളും വരും ദിവസങ്ങളിൽ നടക്കും. അമൃത ന്യൂസ്, ആലപ്പുഴ.